ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ടെറസിലാണ് ഞാൻ. അപ്പോൾ ടെറസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രധാന വർത്തമാനം എന്ന് പറയുന്നത് ലൈഫ് ജേണിയെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുമായി വിശേഷങ്ങൾ പങ്കിടുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് സംസാരം പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് പറയാമെന്ന് വിചാരിച്ചു. എപ്പോൾ വേണമെങ്കിലും മഴ വരാം, എങ്കിലും ഒരു ഇൻട്രഡക്ഷൻ പോലെ ഒരല്പം നേരം ഈ നല്ല കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് ഉള്ളിലേക്ക് പോയിട്ട് സംസാരിക്കാം. അതാണ് ഇന്നത്തെ പ്ലാൻ. എല്ലാ ദിവസത്തെയും പോലെ ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് വെച്ചാലേ അത് കുറച്ച് പാടുപോലെ തോന്നുന്നു. അതുകൊണ്ടാണ് വിഷമം തോന്നരുത്, അകത്തിരുന്ന് സംസാരിക്കുന്നതാണ് സേഫ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ. ഇത് മഴക്കാലമല്ലേ. ഓക്കെ, അപ്പോൾ വിശേഷങ്ങളൊക്കെ കൊണ്ടുവിടാം. ഞാൻ ഇച്ചിരി ഒന്ന് ഇവിടെയൊക്കെ നടന്നിട്ട് അകത്തേക്ക് പോകും. ഇപ്പോഴേ ചന്ദ്രൻ വന്നിട്ടുണ്ട്, ആകാശത്ത് ചന്ദ്രക്കല കാണും. അങ്ങനെ എൻ്റെ ജേർണി ഓഫ് മൈ ലൈഫ്. അപ്പോൾ ഇതിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു കുറച്ച് വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അതിൻ്റെ ഒരു സീക്വൻസിലല്ല ഞാൻ ചില കാര്യങ്ങൾ പറയേണ്ടത്. ഇനി പറയേണ്ട കാര്യങ്ങൾ ഞാനിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് പറയാനായിട്ട്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ചില താല്പര്യങ്ങൾ, എനിക്ക് പഠിത്തത്തിനപ്പുറത്തേക്കുള്ള എൻ്റെ ചില കലാ വികൃതികൾ എന്നൊക്കെ പറയാം, എനിക്കുള്ള താല്പര്യങ്ങളൊക്കെ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് മലയാളത്തിനോടുള്ള ഇഷ്ടം, മലയാളം എന്നുള്ള ലാംഗ്വേജിനോടുള്ള ഇഷ്ടം. വളരെ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ എനിക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നൊരു ടീച്ചറാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്. വളരെ ചെറുതില്ലായിരുന്നു, എനിക്കൊണ്ട് 1-ാം ക്ലാസ് തൊട്ട് എനിക്ക് മലയാളത്തിൻ്റെ ആദ്യ ബാലപാഠങ്ങൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതൊരു ബേസ് വളരെ സ്ട്രോങ് ആക്കി തന്ന ആ ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും വലിയ താല്പര്യം, മലയാളം ലാംഗ്വേജിനോടൊരു വലിയ ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ എന്നെ കുറേയൊക്കെ വായിക്കാനൊക്കെ പ്രേരിപ്പിക്കുമായിരുന്നു. അന്നൊക്കെ ചെറിയ പൂമ്പാറ്റ പോലെയുള്ള ചെറിയ ചെറിയ കുട്ടികളുടെ പുസ്തകങ്ങൾ, ഇങ്ങനെ മാഗസീൻസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വായിക്കുന്നത്. എങ്കിലും കുഞ്ഞു കഥകളൊക്കെ വായിക്കുക, അതെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. പിന്നീട് എനിക്ക് ചെറുതായിട്ട് എഴുതാനുള്ളൊരു താല്പര്യം. അപ്പോൾ കുറച്ചൊക്കെ എഴുതി തുടങ്ങിയ സമയത്ത് ശരിക്കും എൻ്റെ അമ്മയുടെ അമ്മാവൻ, അതായത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ, മാവേലിക്കര അമ്മയുടെ ബ്രദർ ഓമല്ലൂർ ഗോപി കൂട്ടൂരേത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹമായിരുന്നു എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഏറ്റവും ഇളയ ബ്രദറാണ്. അപ്പോൾ അമ്മയുടെ അമ്മാവനാണ്. പക്ഷേ എൻ്റെ അമ്മയും ആ അമ്മാവനായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. കാര്യം അവർ തമ്മിൽ ഏജ് വ്യത്യാസം കുറവായിരുന്നു. അമ്മാവനൊരു എഴുത്തുകാരനായിരുന്നു, അതായത് നാടകമൊക്കെ എഴുതുന്ന ഒരാളും കൂടിയായിരുന്നു, ആകാശവാണിക്ക് വേണ്ടിയൊക്കെ. അപ്പോൾ ഗോപി കോട്ടൂരേത്ത് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കോട്ടൂരേത്ത് എന്നാണ് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ട് പേര്, ഓമല്ലൂർ. അപ്പോൾ ഗോപി അമ്മാവൻ എപ്പോഴും ഇവിടെ വരും, ഈ വീട്ടിൽ അമ്മയെ കാണാനൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞാൻ അമ്മാവനായിട്ട് വലിയ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മാവൻ്റെ അടുത്ത് ഇങ്ങനെ കഥ കേട്ടിരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു കുട്ടിക്കഥ, ഒരു ബാലകഥ എഴുതിയിട്ട് അമ്മാവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഞാനും അമ്മാവൻ തന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, അമ്മാവ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, അമ്മാവനൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ ഇങ്ങനെ വായിച്ചൊരു കുരങ്ങിൻ്റെ കഥയാണ്. അത് വായിച്ചിട്ട് അമ്മാവൻ പറഞ്ഞു, ഇത് മറ്റേ കപ്പീഷിൻ്റെ കഥ പോലെ ഇരിക്കുന്നല്ലോ. കപ്പീഷ് എന്ന് പറയുന്നൊരു കോമിക് ക്യാരക്ടറാണ്. എന്താ പറയുക, ജംഗിളിൽ താമസിക്കുന്ന ഒരു കുരങ്ങൻ, വാലിന് ഒരുപാട് നീളമുള്ള ഒരു കുരങ്ങൻ്റെ കഥയാണ്. അപ്പോൾ ഞാനതൊക്കെ വായിക്കുമായിരുന്നു. എനിക്കിവിടെ അതിൻ്റെ സ്വാധീനത്തിലായിരിക്കും ഞാൻ ഒരു കുഞ്ഞു കഥ എഴുതിയപ്പോൾ അത് കപ്പീഷിനെ പോലെ ഒരു ക്യാരക്ടർ അതിനകത്ത് വന്നു, കുരങ്ങിൻ്റെ കഥ. ഞാൻ വിചാരിച്ചു, ദൈവമേ കപ്പീഷിൻ്റെ കഥയാണോ? അപ്പോൾ ശരി, ഞാൻ അത് മാറ്റി എഴുതാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നി ഇതൊരു 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ് ആ ടൈമിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വിട്ടു. പക്ഷേ എങ്കിലും എനിക്ക് എഴുതാനുള്ള ഒരു ത്വര എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഴുതാനുള്ളൊരു താല്പര്യം, അതിങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 10th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫസ്റ്റ് കഥ. ഞാൻ ചെറുകഥകളാണ് എഴുതുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, വലിയ സ്റ്റാൻഡേർഡായിട്ടൊന്നും അല്ല എഴുതുന്നത്, സാധാരണ ഒരു പൈങ്കിളി കഥകൾ, അതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ പൈങ്കിളി സാഹിത്യം വായിക്കുന്ന ആൾ കൂടിയായിരുന്നു എന്ന് പറയാം. മലയാളത്തിൽ തന്നെ ഇപ്പോൾ മുട്ടത്ത് വർക്കിയുടെ നോവൽസ്, പിന്നെ കാനം, അങ്ങനത്തെ നോവലുകളൊക്കെ വായിക്കുക, പിന്നെ മനോരമ ആഴ്ചപ്പതിപ്പിൽ വരുന്ന ഈ തുടർക്കഥകളൊക്കെ വായിക്കുക, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പ്ലസ് കുങ്കുമം എന്നുള്ളൊരു മാഗസീൻ ഉണ്ടായിരുന്നു, അതിലൊക്കെ വരുന്ന കഥകൾ വായിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാക്കിലാണ് കഥ എഴുതുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കഥ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുമാരി എന്ന് പറഞ്ഞൊരു മാസിക, വീക്കിലിയാണ് കുമാരി, മനോരമ പോലെ ആ കാലത്തുണ്ടായിരുന്നു കുമാരി. ആ കുമാരി എന്ന് പറഞ്ഞ ഒരു വീക്കിലിയിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അവരതിൽ പറഞ്ഞു, അല്ലെങ്കിൽ എഴുതി തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോളം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലൊരു അഡ്രസ്സും കൊടുത്തിരുന്നു. അതിലേക്ക് ഞാൻ എൻ്റെ ഒരു കഥ അയക്കുന്നു. അപ്പോൾ ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുവാണ്, ഹോളി ഏഞ്ചൽസിൽ.
ആ കഥ പബ്ലിഷ് ചെയ്തു. ഞാൻ ഒരു എക്സ്പെക്റ്റേഷനിലും അല്ല കേട്ടോ അത് അയച്ചു കൊടുത്തത്. വീട്ടിൽ ആർക്കും അറിയില്ല ഞാനിങ്ങനെ കഥ അയച്ചു എന്നുള്ള കാര്യം. അങ്ങനെ കഥ അയച്ചു കഴിഞ്ഞു, കഥ പബ്ലിഷ് ചെയ്ത് വന്നു. എന്നിട്ട് അയ്യോ എൻ്റെ ത്രില്ല് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഥയുടെ പേര് പറയാം, മോഹഭംഗം എന്നാണ് കഥയുടെ പേര്. തനി ഒരു പൈങ്കിളി സ്റ്റൈലിലാണ് ഞാൻ അത് എഴുതിയിരുന്നത്. ഇപ്പോൾ എനിക്ക് കഥ പോലും ഓർമ്മയില്ല. എന്തായാലും അത് പബ്ലിഷ് ചെയ്ത് വന്നു. അതിൽ എൻ്റെ ഒരു ഫോട്ടോയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെച്ചിട്ട് ലക്ഷ്മി പി എന്നാണെന്ന് പറയുന്നത്, ലക്ഷ്മി പി ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ് 10th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് വെച്ചിട്ടൊരു സാധനം. കാര്യം അത് എഴുതി തുടങ്ങിയ വിദ്യാർത്ഥികളുടെ കഥകളാണല്ലോ, ആ ഒരു കോളമാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും കൊണ്ട് നടന്ന് കാണിക്കുന്നു, എൻ്റെ വീട്ടുകാർ ബന്ധുക്കളെല്ലാവരും അറിയുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം എഴുതാൻ തുടങ്ങി എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്ങിൽ നടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രണ്ടാമത്തെ കഥ അപ്പോൾ വീണ്ടും പ്രേരണയായി. അത് ഞാൻ +2 ആ കാലഘട്ടത്തിൽ തന്നെ എഴുതി. കുങ്കുമം എന്ന് പറഞ്ഞൊരു മാഗസിനുണ്ട്, കുങ്കുമം. അതിനകത്ത് മറ്റൊരു കഥ എഴുതി. അതും ചെറുകഥയാണ്. അതിൻ്റെ പേര് ദുഃഖപുത്രി. ഈ പേരുകളൊക്കെ തന്നെ മനസ്സിലായില്ലേ ഏതാണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ദുഃഖപുത്രി കിട്ടി. അത് കഴിഞ്ഞ് അതും ഭയങ്കര സന്തോഷമായി. ലക്ഷ്മി പി എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വരുന്നത്. തൂലികാനാമം ഒന്നും അത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കോമ്പറ്റീഷന് വേണ്ടി ഒരു കഥ എഴുതി അയച്ചു. അപ്പോൾ കുറേ ആൾക്കാരുടെ കഥകൾ ഇൻവൈറ്റ് ചെയ്തിട്ടൊരു കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ ഞാനൊരു കഥ എഴുതി അയച്ചു. ആ കോമ്പറ്റീഷൻ എന്നെ ഞാൻ വിൻ ചെയ്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് എനിക്കൊരു കത്ത് വന്നു. അന്നൊക്കെ കത്താണ് കേട്ടോ മെയിൻ മോഡ് ഓഫ് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കത്ത് വന്നിട്ട് അതിൽ പറഞ്ഞു, നിങ്ങളുടെ അയച്ച കഥ ഞങ്ങൾ വായിച്ചു. അപ്പോൾ ആ ജഡ്ജിങ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാളാണ് ആ കത്ത് എഴുതി. അത് വേറൊരു മാഗസീൻ, വേറൊരു വീക്കിലിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു എഡിറ്റോറിയൽ കമ്മിറ്റിയിലുള്ള ആളായിരുന്നിരിക്കാം. ഒരു കത്ത് വന്നിട്ട് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ കഥ ഞങ്ങളുടെ ഒരു മാസികയിൽ, ഞങ്ങളുടെ ഒരു വീക്കിലിയിൽ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ പെർമിഷൻ ചോദിച്ചോട്ടെ. അപ്പോൾ അതൊരു വീക്കിലി ആയിരുന്നു. ആ വീക്കിലിയുടെ പേര് ജനനി എന്നായിരുന്നു. അപ്പോൾ ഈ കഥ അതിൽ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് അവരെന്നോട് ചോദിക്കുന്നു. ആ കഥയുടെ പേര് കേൾക്കട്ടെ. ആ കഥയുടെ പേരായിരുന്നു കണ്ണൻ്റെ രാധ. അപ്പോൾ ഈ പേരുകളിൽ നിന്ന് തന്നെ മനസ്സിലായില്ല, അത് ഒരു പൈങ്കിളി സാഹിത്യമാണ് അന്ന് എഴുതിക്കൊണ്ടിരുന്നത്. എന്തായാലും ആ ഒരു പീരീഡിൽ ഡിഗ്രി വരെ എന്ന് തന്നെ പറയാം, ഇങ്ങനെ പ്രീ ഡിഗ്രി 10ാം ക്ലാസ് കാലത്താണ് ഈ ഒരു 3 കഥകളും എഴുതിയത്. അതും പബ്ലിഷ് ചെയ്തു വന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കളക്ഷനിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പോൾ അത് ഏത് വഴിക്ക് പോയെന്ന് പോലും അറിയില്ല, ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇങ്ങനെ 3 കാര്യം എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഡയറിയിൽ കുറിക്കുക. എനിക്ക് ഡയറി എഴുത്തൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. +2 സമയത്ത് പ്രത്യേകിച്ചും ഡയറി എഴുതുമായിരുന്നു. വീടിനെ മിസ് ചെയ്യുന്ന സമയത്തൊക്കെ ഡയറിയിലാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരു സാഹിത്യവാസനയുമായി മുന്നോട്ട് പോവാണ്. ആ സമയത്ത് അച്ഛൻ നോട്ടീസ് ചെയ്ത് തുടങ്ങി. പിന്നെ അച്ഛൻ്റെ അനന്തരവൻ ഡോക്ടർ ജയകുമാർ, NK ജയകുമാർ, അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക്. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി. കഥ, തിരക്കഥ, സംഭാഷണം, അങ്ങനെയൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ കുറേ തിരക്കഥകളൊക്കെ വായിച്ച് നോക്കണം, അപ്പോൾ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വൈൽഡ് സ്ട്രോബെറീസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് അത് വായിക്കണം, വളരെ ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ബുക്ക് തരുക തന്നെ ചെയ്തു. ബർഗ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടറാണ് അത് സ്ക്രിപ്റ്റ് ചെയ്തതും എല്ലാം. ഓക്കെ, അദ്ദേഹം എഴുതി വൈൽഡ് സ്ട്രോബെറീസ്. അപ്പോൾ അതിൻ്റെ ആ സ്ക്രിപ്റ്റ് ഉള്ള ഒരു ബുക്ക് എനിക്ക് തരുന്നു. അപ്പോൾ അത് വായിച്ച് നോക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ നല്ലൊരു നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും ഈ ഒരു മേഖലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ അച്ഛൻ പറഞ്ഞു, അപ്പോൾ MD വാസുദേവൻ നായർ സാറിൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കഥകളുടെ സിനിമകളുടെ സ്ക്രിപ്റ്റ് അതും പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് വായിച്ച് നോക്കൂ, അങ്ങനെ നിനക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും വായന തുടങ്ങി. പിന്നെ അച്ഛന് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അങ്ങനെ നല്ല സാഹിത്യ രചനകളൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ SK പൊറ്റക്കാട് സാറിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, ഇതൊക്കെ ആ ഒരു പീരീഡിൽ സ്കൂൾ ഡേയ്സിൽ +2 വരെയുള്ള ആ ഒരു പീരീഡിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ വായിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഓതേഴ്സിൻ്റെയും വായിച്ചു തുടങ്ങി ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട്. അതൊന്നും വലിയ റീഡിങ് അല്ല. ഇപ്പോൾ സിഡ്നി ഷെൽട്ടനും പിന്നെ എന്താ പറയുക ആ ഒരു റേഞ്ചിലാണ്. ആദ്യമൊക്കെ എന്നെ ബ്ലൈറ്റിനൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ മാറി. ഇപ്പോൾ സീക്രട്ട് 7, ഫേമസ് 5 അതൊക്കെ സ്കൂൾ ഡേയ്സ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് പിന്നെ ഡാനിയൽ സ്റ്റീൽ, എല്ലാം ഒരു റൊമാൻറ്റിക് ഫിക്ഷൻസ് അങ്ങനെയുള്ള. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിരുന്ന ചേസിൻ്റെ ബുക്കുകളാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് കുറ്റാന്വേഷണം, അങ്ങനത്തെ ക്രൈം ത്രില്ലേഴ്സ്, പിന്നെ അങ്ങനത്തെ ചെറിയ ലൈറ്റ് റീഡിംഗ് ആണ്. പിന്നെ അങ്ങനെ വായിച്ചു തുടങ്ങി. പിന്നെ ടോൾസ്റ്റോയുടെ കുറച്ച് കഥകൾ വായിച്ചു തുടങ്ങി. ഇങ്ങനെ വായനാശീലവും എഴുത്തും കാര്യങ്ങളുമായിട്ട് കുറച്ചൊക്കെ മുന്നോട്ട് പോയി. ആ സമയത്താണ് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ കാറ്റത്തെ കിളിക്കൂട് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ്. അതെ, ഡിഗ്രിക്ക് MNC പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സിനിമ ഞാൻ പോയി കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊരു അനൗൺസ്മെൻറ്റ് നടത്തി, ഈ ഒരു കാറ്റത്തെ കിളിക്കൂട് സിനിമയെക്കുറിച്ച് ഒരു നിരൂപണം, അതായത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ലേഖനം എഴുതി അയച്ചു തരുന്നവർക്ക് സമ്മാനം 1, 2, 3 എന്തോ ഫസ്റ്റ് പ്രൈസ് എന്താണ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് മിക്സി, തേർഡ് പ്രൈസ്, അങ്ങനെ ഒരു സമ്മാനമൊക്കെ അനൗൺസ് ചെയ്തു. അപ്പോൾ ഞാൻ MNC പഠിക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ സിനിമ കണ്ടിരുന്നു, ഞാനും എഴുതി അയച്ചു അതിനെക്കുറിച്ചുള്ളൊരു ഷോർട്ടായിട്ടുള്ളൊരു 1.5-2 പേജുള്ള ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു ലേഖനം. ഓക്കെ, അപ്പോൾ അവലോകനം ആ സിനിമയെക്കുറിച്ചുള്ള
അപ്പോൾ അത് അയച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രതീക്ഷ അങ്ങനെ കിട്ടുന്നൊന്നുമില്ല. പക്ഷേ വളരെ അതിശയകരമായി എനിക്ക് സെക്കൻഡ് പ്രൈസ് വിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. അതിവിടെ ഹോട്ടൽ പങ്കജിലെ AC ഹാളിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു ആ ഒരു ഫംഗ്ഷനിലാണ് എനിക്ക് അവാർഡൊക്കെ തരുന്നത്. അപ്പോൾ അവാർഡ് മീൻസ് സമ്മാന വിതരണം. അന്ന് എനിക്ക് കിട്ടിയത് മിക്സിയാണ് സമ്മാനമായിട്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്ത ഒരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുമായി സാഹിത്യവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതെല്ലാം അവിടെ കഴിഞ്ഞു. അപ്പോൾ ബോയിച്ചേട്ടൻ എന്നോട് എപ്പോഴും പറയും, പെണ്ണ് കാണാൻ വന്ന സമയത്ത് ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞു, ലക്ഷ്മി നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്നു, അല്ല സാഹിത്യവാസന അവൾ എഴുതുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചത് അവർ വലിയ എഴുത്തുകാരിയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ടൊന്നും വലിയ എഴുതി കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തമാശ പോലെ പറയാറുണ്ട്. കോമഡിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ബോയിച്ചേട്ടൻ്റെ ഫാമിലിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കലാകാരന്മാരൊക്കെ ഉള്ള ഫാമിലിയാണ്. അതിൽ എടുത്തു പറയാവുന്നപ്പോൾ ബാലു കിരിയത്ത് അവരുടെ 2 ബ്രദേഴ്സുണ്ട്, വിനു കിരിയത്ത്, രാജൻ കിരിയത്ത്. ഇവരൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് ഈ 2 ബ്രദേഴ്സും. ബാലു കിരിയത്ത് ഏട്ടനാണെങ്കിൽ സംവിധായകനുമാണ്. അപ്പോൾ ഈ വിനു കിരിയത്തും രാജൻ കിരിയത്തും ഒക്കെ നമ്മളുടെ വീട്ടിൽ നിത്യസന്ദർശകരാണ് ആ സമയത്തൊക്കെ. ആഫ്റ്റർ മാരേജ് അവർ കസിൻസ് അല്ലേ, എപ്പോഴും വരും. അപ്പോൾ ഞാനുമായിട്ടൊക്കെ നല്ല സൗഹൃദമാണ് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ കഥകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, സിനിമാ കഥകളുടെ ഡിസ്കഷൻ, അവരെഴുതുന്ന സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻ, അവർ പറയുന്നത് അവരുടെ അടുത്ത സിനിമയുടെ കഥ പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു കഥ പറയുന്നു അവരുമായിട്ട്, എൻ്റെ കഥ അവർ പറയുന്നു, സിനിമയാക്കാം. അപ്പോൾ അവരുടെ ആ ഒരു സിനിമ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കൂടുതലും കോമഡിയാണ്. ഇപ്പോൾ മാട്ടുപ്പെട്ടി മച്ചാൻ ഇത്തരം സിനിമകളാണ് അവരെടുക്കുന്നത്, മൈ ഡിയർ കരടി, അത് അങ്ങനത്തെ കുറേ സിനിമ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ടോം ആൻഡ് ജെറി എന്നുള്ള പേര് കൊടുത്തിട്ട് കലാധരൻ എന്ന് പറയുന്ന ഡയറക്ടർ, പിൽക്കാലത്ത് കല അടൂർ എന്ന പേരിലാണ് അദ്ദേഹം സിനിമകളെടുത്തത്. പിന്നെ വിനു കിരിയത്ത്, രാജൻ കിരിയത്ത് സ്ക്രിപ്റ്റ് വെച്ചിട്ടൊരു സിനിമ വരുന്നു, ടോം ആൻഡ് ജെറി. ആ സിനിമയുടെ സ്റ്റോറി എൻ്റേതാണ്. അപ്പോൾ സ്റ്റോറിയിൽ ലക്ഷ്മി എന്നാണ് എഴുതിയിരിക്കുന്നത്, ലക്ഷ്മി പി എന്നായിരിക്കും, ലക്ഷ്മി നായർ എന്നുള്ള ആ തുലിക നാമമൊന്നും അന്നായിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് അന്ന് തോന്നി. ഭയങ്കര സന്തോഷം. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗമയിൽ നടക്കുക. ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ ഫ്രണ്ടിൽ, ഇങ്ങനെ ടൈറ്റിൽ പോകുമ്പോൾ നമ്മളുടെ ഇങ്ങനെ ക്രെഡിറ്റ് കൊടുക്കുമല്ലോ, ആരൊക്കെയാണ് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ വരുമ്പോൾ അതിൽ സ്റ്റോറി, കഥ, അതെൻ്റെ പ്രധാന ആവശ്യമായിരുന്നു പേര് വെക്കണം എന്നുള്ളത്. അപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞ് പേരും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ സക്സസ് ഒന്നും ആയിട്ടില്ലായിരുന്നു, പക്ഷേ ഒരു കോമഡി സിനിമയായിരുന്നു, ഒരു സന്തോഷം. അങ്ങനെ പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതേസമയം പക്ഷേ എനിക്ക് ആ ഫീൽഡിലേക്ക് അങ്ങനെ കൂടുതലായിട്ട് എൻ്റെ എഴുത്ത്, വായന കാര്യങ്ങളെല്ലാം പിന്നീട് ഡൈവേർട്ട് ചെയ്തു പോയി. എനിക്കങ്ങനെ കൂടുതൽ ശോഭിക്കാൻ പറ്റിയിട്ടില്ല. പിൽക്കാലത്ത് എൻ്റെ ലൈഫ് സ്റ്റൈൽ പിന്നെ വേറെ കാര്യങ്ങളിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്തല്ലോ. കാരണം പാചകമായിരുന്നല്ലോ എൻ്റെ ഫസ്റ്റ് ക്രേസ്, പിന്നെ ട്രാവൽ മറ്റൊരു ക്രേസായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് പിന്നെ ഡൈവേർട്ട് ചെയ്ത് പോയി എന്ന് പറയാം. പിന്നെ എഴുത്തെന്ന് പറഞ്ഞാൽ പാചക പുസ്തകങ്ങൾ എഴുതുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നു. പിന്നെ എഴുതും കുറച്ച് ഡയറി എഴുത്തുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, യാത്രാനുഭവങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഴുതണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു, ലൈക്ക് വനിതയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ യാത്രയെക്കുറിച്ചുള്ള ചെറിയ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. പിന്നെ മലയാള മനോരമ ആഴ്ച പതിപ്പിൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, അതൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ എന്ന് പറയാം, ഒരു 5 വർഷം മുന്നേ സീരിയലുകളെക്കുറിച്ചുള്ള അവലോകനം ഒരു എല്ലാ ആഴ്ചയിലും ഓരോന്ന് എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ചെറിയ എഴുത്തുകൾ. ഇനി ടെലിവിഷൻ ജേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എത്തുന്നതിന് മുന്നേ കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടെലിവിഷൻ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ 21ാമത്തെ വയസ്സിലാണ്. അതായത് ബിഫോർ മാരേജ് എന്ന് തന്നെ പറയാം, വിവാഹശേഷമല്ല. എൻ്റെ അച്ഛൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിലും ചില ആഗ്രഹങ്ങളൊക്കെ എൻ്റെ സാധിച്ചു തന്നിരുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ന്യൂസ് വായിക്കണം ദൂരദർശനിൽ എന്നുള്ള ആഗ്രഹം. അത് ഞാനിങ്ങനെ ആ ഒരു പീരീഡിൽ കേരളത്തിൽ നമുക്ക് ദൂരദർശൻ മാത്രമേ ഉള്ളൂ ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക്. അന്ന് വേറെ പ്രൈവറ്റ് ചാനൽസ് ഒന്നുമില്ല, ദൂരദർശൻ. അങ്ങനെ ദൂരദർശൻ മലയാളം നമ്മുടെ ട്രിവാൻഡ്രം കൊടപ്പനക്കുന്നിൽ ഇവിടെ ദൂരദർശൻ കേന്ദ്ര തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ന്യൂസ് ഉണ്ടല്ലോ, എല്ലാ ദിവസവും വൈകുന്നേരം, എനിക്ക് തോന്നുന്നു അന്ന് 7 മണിക്കോ 7:30ക്കോ ന്യൂസ് ഉണ്ട്, അരമണിക്കൂർ. അപ്പോൾ ന്യൂസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാര്യം അന്ന് എല്ലാ വീടുകളിലും ടെലിവിഷനൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. എല്ലാ ആൾക്കാരും പത്രവായന കഴിഞ്ഞാൽ പിന്നത്തെ ഒരു പുതിയ ക്രേസ് TV-യിലൂടെ ന്യൂസ് കാണുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഗ്ലൂഡാണ് ഇങ്ങനെ ടെലിവിഷനിലേക്ക്. ആ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ അത്ര വാല്യുബിളായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വലിയൊരു ആഗ്രഹം, ഒരു ന്യൂസ് വായനക്കാരിയാകണം, ന്യൂസ് റീഡർ. അങ്ങനെ ഞാനപ്പോൾ അവിടെ LLBക്ക് ചേർന്ന സമയമാണ്, 3rd ഇയറിൽ ജോയിൻ ചെയ്ത സമയം. അച്ഛനോട് ആഗ്രഹം പറയുന്നു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയമാണ് അവർ ഓൾറെഡി അവിടെ കുറേ നല്ല വലിയ ഫേമസ് ന്യൂസ് റീഡേഴ്സൊക്കെ ഇങ്ങനെ ന്യൂസ് വായിക്കുന്ന സമയമാണ്. കുറച്ച് പുതിയ ആൾക്കാരെ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നു, അതിനൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് വാർത്ത വായിക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഈ ജേർണലിസം പഠിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം, ജേർണലിസ്റ്റ് ആകണം എന്നുള്ള ആഗ്രഹം, അതൊക്കെ എൻ്റെ പിന്നിലുണ്ടാകാം. മലയാളത്തിനോടുള്ളൊരു ഇഷ്ടം ഒക്കെ വെച്ചിട്ടായിരിക്കാം. എന്തായാലും അച്ഛൻ്റെ അടുത്തൊന്ന് പറയുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് BAക്ക് ഞാൻ മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരുന്നത്, ഫ്രഞ്ചൊന്നും അല്ല എടുത്തത്. എനിക്ക് ലാംഗ്വേജ് ഞാൻ എടുത്തിരുന്നത്
ഹിന്ദിയല്ല, ഫ്രഞ്ചും അല്ല, മലയാളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂസ് വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തുകൊണ്ടോ എതിർത്തില്ല. അച്ഛൻ പറഞ്ഞു ശരി വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് കുഞ്ഞേഷൻ സാറായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ, ചാമിയാർ സാറായിരുന്നു അന്നത്തെ ന്യൂസിൻ്റെ ഹെഡ്, ഓക്കെ, ന്യൂസ് എഡിറ്റർ, അങ്ങനെ. അപ്പോൾ ഇത്ര ആൾക്കാർ അന്നത്തെ പ്രഗത്ഭരായ വാർത്താ വായനക്കാരെന്ന് പറഞ്ഞാൽ ഡോക്ടർ സന്തോഷ്, ഹേമലത, പിന്നെന്താ പറയുക ശ്രീമതി രാജേശ്വരി മോഹൻ, കണ്ണൻ എന്ന് പറയുമ്പോൾ ശ്രീമതി ടി പി രാധാമണി എന്ന് പറയുന്ന ARലെ A ഗ്രേഡ് ആർട്ടിസ്റ്റ്, ആ മാഡത്തിൻ്റെ മകനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ, പിന്നെ ആൽബർട്ട് അലക്സ്, ഇങ്ങനെയുള്ള കുറച്ച് പേരാണ് അന്നത്തെ വളരെ പ്രഗത്ഭരായ വളരെ ഫേമസ് പേഴ്സണാലിറ്റീസാണ്. അപ്പോൾ എനിക്ക് അവരോടെല്ലാം വലിയ ആരാധനയുമായിരുന്നു. അപ്പോൾ ന്യൂസ് വായിക്കുന്ന ആൾക്കാർ അവരാണ് ഞാൻ കാണുന്നത്. ന്യൂസ് റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റാറ്റസ്, അങ്ങനെ എല്ലാവരും ഉറ്റുനോക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ, ക്യാമറ ടെസ്റ്റ് മുതലായ കാര്യങ്ങൾ. അന്ന് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, ഭയങ്കര ബോൾഡൊന്നും അല്ലെങ്കിലും ഞാൻ അതൊക്കെ ഫേസ് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ ആ സമയത്ത്. അപ്പോൾ അന്ന് എനിക്ക് കണ്ണാടി ഉണ്ട്. എൻ്റെ ഈ കണ്ണാടി വരുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ്. അതിൻ്റെ കഥയും കൂടി പറയട്ടെ കൂട്ടത്തിൽ. എനിക്ക് കണ്ണാടി അതുവരെ ഇല്ലായിരുന്നു, 10th വരെ ഇല്ല. പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എനിക്ക് ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് നാട്ടിൽ വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഷോർട്ട് സൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു. അത് അന്ന് വളരെ ചെറിയ കുറവാണ്, 0.5 ആണ് കുറവുണ്ടായിരുന്നത്. എങ്കിലും ആ സമയത്ത് കണ്ണാടി വെക്കെങ്കിലും ഞാനത് എല്ലാ ദിവസവും വെക്കില്ല, ഭയങ്കര മടിയാണ്. അന്ന് ഈ ഫ്രെയിമൊന്നും അല്ല കേട്ടോ, വേറെ ഇത് ഫ്രെയിംലെസ് അല്ലേ, അന്നൊരു സാധാരണ ലോക്കൽ ഫ്രെയിമൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതെനിക്ക് ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും, നമ്മൾ ഹോസ്റ്റലിലായിരുന്നല്ലോ, അപ്പോൾ ബെഡിൽ പില്ലോയുടെ സൈഡിൽ അടിയിലേക്ക് ഇങ്ങനെ വെച്ചേക്കും, ഒരു സൈഡിൽ വെക്കാനേ മടിയാണ്. ക്ലാസ്സിൽ പോകുമ്പോഴൊന്നും കൊണ്ടുപോകും, പക്ഷെ വെക്കാറില്ല. അങ്ങനെയാണ് ആ ഒരു പീരീഡ് കഴിഞ്ഞത്. പക്ഷേ ഇങ്ങനെ നമ്മൾ വയ്ക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ഡിഗ്രി കാലത്തൊന്നും വെക്കില്ല, കയ്യിൽ കണ്ണാടിയുണ്ട് പക്ഷെ വെക്കാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പവർ കൂടി വരും. അങ്ങനെ ഗ്രാജുവലി കൂടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ -2.5 അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ ഉണ്ട്, 2.75 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ന്യൂസ് വായിക്കാൻ പോകുമ്പോൾ അപ്പോൾ എന്തായാലും എനിക്ക് കണ്ണാടി വെച്ച് വായിക്കാൻ പറ്റില്ല, അതെനിക്കിഷ്ടമല്ല. ഓക്കെ, എൻ്റെ വിചാരം എനിക്ക് ചേരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ണാടി ഉണ്ടെങ്കിൽ ഞാനങ്ങനെ വയ്ക്കാൻ മടി ആ ഒരു പീരീഡാണ്. ഞാൻ LLBക്ക് പഠിക്കുന്നു. അപ്പോൾ കണ്ണാടി വെച്ച് വായിക്കാൻ മടിയാണ്. അത് കാരണം ഞാൻ കോൺടാക്ട് ലെൻസ് വയ്ക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അച്ഛനും അമ്മയെല്ലാം കൂടി എനിക്കൊരു കോൺടാക്ട് ലെൻസ് വാങ്ങിച്ചു തരാനായിട്ട് ഡോക്ടറിനെ പോയി കാണുന്നു. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഡോക്ടർ ജോർജ് തോമസ് എന്ന് പറയുന്ന ഒരു ഒപ്തോൾമോളജിസ്റ്റിനെ, അദ്ദേഹത്തിനെ കാണുന്നു. നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ആണ് എനിക്ക് ആദ്യമായിട്ട് കോൺടാക്ട് ലെൻസ് വെച്ച് തന്നത്. ഇത് ന്യൂസ് അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇവരെല്ലാം വലിയ പ്രഗത്ഭരായ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, വലിയ ന്യൂസ് റീഡേഴ്സൊക്കെ. നമ്മളെ ടെസ്റ്റ് ചെയ്യാണല്ലോ, നമുക്ക് വായിക്കാനായിട്ട് മാറ്റർ വരുന്നു, വായിക്കുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ കുറേ ക്യാമറ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനലി ഐ വാസ് സെലക്റ്റഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്കിലും എങ്ങനെയൊക്കെയോ ആ ഒരു പരീക്ഷണ ഘട്ടം, ഇങ്ങനെ എല്ലാ പരീക്ഷകളും ഞാൻ പാസ്സായി എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസ് റീഡറായിട്ട് ന്യൂസ് വായിക്കാൻ പോകണം. കാരണം നമുക്ക് ഇപ്പോൾ പ്രോംപ്റ്റിംഗ് ഡിവൈസ് പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഷീറ്റ്സ് ഓഫ് പേപ്പറിൽ ഇങ്ങനെ പ്രിൻറ്റഡ് മാറ്ററാണ് വരുന്നത്. അത് നോക്കി ഇങ്ങനെ വായിക്കുന്ന പരിപാടിയില്ല. ഇങ്ങനെ നോക്കും വായിക്കും ഇങ്ങനെയാണ് വായിക്കുന്നത്. അന്നത്തെ ന്യൂസ് റീഡിങ് അങ്ങനെയാണല്ലോ, പേപ്പറിലേക്ക് നോക്കുന്നു, പിന്നെ അങ്ങോട്ട് നോക്കി ബാക്കി പറയുന്നു. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ലൈവായിട്ടൊരു പ്രോഗ്രാമാണ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്നതാണ്. അന്ന് കേരളത്തിലെ എല്ലാ മലയാളികളും കാണുന്ന ഒരേ ഒരു പ്രോഗ്രാം ന്യൂസ്, കാര്യം വേറെ ഒരു ചാനലും ഇല്ല. അപ്പോൾ ഞാൻ എല്ലാ തയ്യാറെടുപ്പോടും കൂടി ഇങ്ങനെ പോകണം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നോടൊപ്പം വേറെ 2 പെൺകുട്ടികൾ, ഒരു സുജാ സൂസൻ എന്ന് പറഞ്ഞൊരു ഗേളും പിന്നെ ഒരു ഗിരിജ, ഞങ്ങൾ 3 പേരാണ് ലേഡീസ്. പിന്നെ ആൺകുട്ടികളുടെ കൊടുത്തിരുന്ന് 2 പേരെ എടുത്തിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ ട്രെയിനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ന്യൂസ്, ഈ ട്രെയിനിങ് പീരീഡ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 മണിയാകുമ്പോൾ ദൂരദർശൻ കേന്ദ്രയിലെത്തണം. അപ്പോൾ ന്യൂസ് റീഡേഴ്സ്, ഈ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ വായിക്കുന്നതൊക്കെ കാണുക, അവരുടെ പ്രൊസീജിയറെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് അവർ ന്യൂസ് വായിക്കുന്ന. 7:30 ന്യൂസ് കഴിയുന്നവരെ നമ്മൾ ആ ദൂരദർശൻ കേന്ദ്രയിലാണ്, ന്യൂസ് റൂമിൻ്റെ പരിസരത്തും സ്റ്റുഡിയോ പരിസരത്തും ഉണ്ടാകും. അതങ്ങനെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നു. ഇപ്പോൾ ഈ ന്യൂസിൻ്റെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ട്രെയിനിങ് പീരീഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ തൊട്ട് എന്നെ ഒറ്റയ്ക്കല്ല വിടുന്നത്. അത് ഞാൻ എടുത്ത് പറയാം. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം അതിലൊക്കെ പാലിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും. ബിറ്റ്വീൻ 2 and 2:30 അവിടെ എത്താറുണ്ട്. എന്നോടൊപ്പം ഞാനുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും ചേപ്പറൗണ്ടാണ് ഒരാളുണ്ടാവും. അതായത് ഒന്നുകിൽ എൻ്റെ അമ്മ, അല്ലെങ്കിൽ അച്ഛൻ്റെ ബ്രദർ കൊല്ലിക്കോട് കൃഷ്ണനാർ, അദ്ദേഹത്തിൻ്റെ വൈഫ് തുളസി കുഞ്ഞമ്മ. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട്, അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മോള്, ഡോക്ടർ ജയകുമാറിൻ്റെയൊക്കെ പെങ്ങളാണ് ബീന ചേച്ചി. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ മസ്റ്റായിട്ട് എന്നോടൊപ്പം ഉണ്ടാകും. അങ്ങനെ സീനിയറായിട്ടുള്ള ഒരാളോടൊപ്പമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കൂടെ വരുന്ന ആളിനും ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. എന്നെ കൊണ്ട് ഇരിക്കണം, രാത്രി 7:30 മണി വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ റീഡിങ് കിട്ടുന്നു. അങ്ങനെ ആദ്യമായിട്ട് വായിക്കാൻ പോവാണ് ലൈവായിട്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ എൻ്റെ ടെൻഷൻ എന്തായിരിക്കും.
ഇത്രയും ആൾക്കാർ കാണുന്നൊരു പ്രോഗ്രാം ലൈവായിട്ട് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും അത് ലൈവാണ്. അപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് പോവാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് റീഡിങ്ങിനുള്ള സമയമാകുന്നു. അപ്പോൾ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ നേരെ പോകുന്നു. അത് ഇതുപോലെ തന്നെയാണ്, ഉച്ചയ്ക്ക് 2 മണി അല്ലെങ്കിൽ 2:30 അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അവിടെ എത്തുന്നു. അവിടെ എത്തി ന്യൂസ് റൂമിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ കാണും, അമ്മ കാണും അല്ലെങ്കിൽ കുഞ്ഞമ്മ കാണും, ആരെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ പിഞ്ചേജ് കാണും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വായിക്കാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടുതരും. അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ. ആ പേപ്പറിലൊക്കെ ഞാനിങ്ങനെ നന്നായി വായിച്ച് അതിലിങ്ങനെ പോസ് ചെയ്യേണ്ടത് പോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വായിച്ച് പഠിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മുഴുവൻ നമ്മളിങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ എൻ്റെ വിചാരം ഇതങ്ങോട്ട് പോയി വായിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്രയും ഒരു നല്ല കോൺഫിഡൻസ് വരും. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് 7 മണിക്ക് അങ്ങോട്ട് ന്യൂസ് വായിക്കാനായിട്ട് പോകുന്ന സമയം 7 or 7:30 പോകുന്നതിനൊരു അരമണിക്കൂർ മുമ്പ് കുറേ വാർത്തകൾ ഇതുപോലെ വരും. അത് വരുമ്പോഴത്തേക്ക് അതിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ എന്ത് പറ്റുന്നു, കൂടുതൽ പ്രാധാന്യമുള്ള വാർത്തകൾ വരുമ്പോൾ അതുവരെ കിട്ടിയ വാർത്തകൾ അതുവരെ വായിക്കാനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരുന്ന വാർത്തകളൊന്നും ആയിരിക്കില്ല വായിക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് ന്യൂസ് എഡിറ്റർ പറയും ഇന്ന വാർത്തകൾ വായിക്കണം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് കിട്ടുന്ന വാർത്തകളായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അതിന് ഒരു പ്രാവശ്യം പോലും വായിച്ച് നോക്കിയിട്ടല്ല വായിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നേരെ പോകുന്നു. അതിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ വരച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എവിടെ പോസ് ചെയ്യണം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ പോകുന്നു, പോയിച്ച് വായിക്കാനായിട്ട് നേരെ പോവാണ്. ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അത് ഒരു ടെൻഷൻ. രണ്ടാമത് കണ്ണിൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് കോൺടാക്ട് ലെൻസ് വയ്ക്കുന്നത്. അത് എന്തെങ്കിലും പൊടി പോയാൽ കണ്ണ് നിറഞ്ഞ് വെള്ളം വരുമല്ലോ എന്നുള്ള ടെൻഷൻ വേറെ. ഇത് രണ്ടും കൂടി കൊണ്ടാണ് നേരെ സ്റ്റുഡിയോയ്ക്കകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ മേക്കപ്പ് റൂമിനകത്ത് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, ആദ്യമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ. ഇങ്ങനെ മേക്കപ്പിൻ്റെ മണം, ഒരു ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അവിടെ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി അനൗൺസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകല, പിന്നെ ഇന്ദു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷീലു, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വന്നു പോകുന്നതൊക്കെ കാണാം, മേക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ന്യൂസ് റീഡർ എന്ന് എന്തായാലും ഒരാളല്ലേ ഉണ്ടാവുള്ളൂ, അന്നത്തെ റീഡിങ്ങിനുള്ള ആൾ. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യത്തെ ന്യൂസ് വായനയാണ്. എല്ലാവരും ബന്ധുക്കളെല്ലാവരും കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടെൻഷൻ ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ ഒരു ക്രോസ് വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അതായത് ഞങ്ങളുടെ പീറൂർക്കട പോകുന്ന വഴിക്ക് അമ്പലമുക്കിൻ്റെയും പീറൂർക്കട ജംഗ്ഷൻ്റെ ഇടയ്ക്ക് ഒരു കുരിശടിയുണ്ട്. അവിടെ ആ കുരിശിൻ്റെ അവിടെ പോയി ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. പ്രാർത്ഥിച്ച് ദൈവമേ കാത്തു രക്ഷിക്കണം, എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ കാണുന്നതോടൊപ്പം യേശുദേവനെ എല്ലാം മനസ്സിൽ കാണും. അപ്പോൾ കുരിശടി എൻ്റെ ഒരു പ്രധാന സ്ഥലമാണ്. അവിടെ ഞാൻ മെഴുകുതിരി വെച്ചിട്ടേ പോകും. ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ സ്റ്റുഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ അന്ന് ദൂരദർശൻ്റെ ഒരു എന്താ പറയുക, മൊണ്ടാഷ് മ്യൂസിക് ഉണ്ട്. വാർത്തകൾക്കും ഇങ്ങനെ ഒരു ഗോളം തിരിഞ്ഞ് വരുന്ന പോലെ ഒരു ശബ്ദവും ഒക്കെ ആയിട്ട് അതെനിക്ക് സൈഡിൽ കാണാം. മോണിറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓട്ടക്കണ്ടിട്ട് ഇങ്ങനെ നോക്കും. അതിങ്ങനെ ആ ഒരു മൊണ്ടാഷ് ഇങ്ങനെ പാടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് കഴിയുമ്പോഴാണ് നമസ്കാരം വാർത്തകൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അത് ക്യൂ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ അത് കഴിയുന്നവരിങ്ങനെ വെയിറ്റ് ചെയ്യും. അത് മറ്റോ സ്റ്റഡി ആയിട്ടിരിക്കുകയാണ്. അത് കയ്യിൽ പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. വായിക്കാനുള്ള വാർത്തകളുടെ ആ ഒരു അടുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമസ്കാരം, എന്നിട്ട് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് വായന തുടങ്ങും. അതിൻ്റെ ആദ്യത്തെ റീഡിങ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ലൈവായിട്ട് ഇങ്ങനെ ആൾക്കാർ ഒരു അരമണിക്കൂർ എന്നെ കാണുന്നു. ഇനി ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, വീഡിയോസ് വരുമല്ലോ, ഓരോ വാർത്തയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളുടെ വീഡിയോ ക്ലിപ്പിങ്സ് വരും. ആ സമയത്താണ് നമുക്കൊന്ന് ശ്വാസം വിടാൻ പറ്റുന്നത്. എന്നാലും അപ്പോഴും നമ്മൾ വോയിസ് ഓവർ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അബദ്ധങ്ങൾ പറ്റാതെ, ഇനി അഥവാ അബദ്ധം പറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി തിരുത്തി പറയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വാർത്തകൾ എന്തെങ്കിലും ഒരു സ്ലിപ്പിൽ ഇങ്ങനെ എഴുതി നമ്മുടെ സൈഡിലൂടെ കൊണ്ടിങ്ങനെ ടേബിളിൽ വെച്ചിട്ട് പോകും. അപ്പോൾ അത് നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് അതൊക്കെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ് ആ സമയത്ത് വേണ്ടത്. ആ സമയത്ത് അതെടുത്തിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം ആ വാർത്തയുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഓർഡറിൽ പോയാൽ പോലും നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ നിർബന്ധമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ളൊരു ജോലിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഐ വാസ് ഹാപ്പി. അതോടൊപ്പം തന്നെ കാര്യം എല്ലാവരും അറിയുന്നു, കുറച്ച് പെട്ടെന്ന് ഫേമസ് ആകുന്നു, ഒരു എന്താ പറയുക സെലിബ്രിറ്റി പോലെയൊക്കെ ആയി വരുമല്ലോ. അപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സംഭവം ആ സമയത്ത് അത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ തിരിച്ചറിയുന്നൊരു വർഷത്തോളം ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അവസാനം ഞാൻ വായിച്ച വാർത്ത എന്ന് പറഞ്ഞൊരു കാർത്തിക ദിവസമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഡിസംബർ ആ സമയം, കാര്യം ഡിസംബർ ആയപ്പോഴേക്കും എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വാർത്ത വായിക്കാൻ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി ആണ് വായിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാർത്ത വായിച്ചിട്ടില്ല.
അപ്പോൾ ആ ലാസ്റ്റ് റീഡിങ്ങിൻ്റെ അന്ന് വൈകിട്ട് ടൈം കല്യാണം ഫിക്സ് ചെയ്തു. അപ്പോൾ ബോയ്ച്ചേട്ടനാണെങ്കിൽ റിലേറ്റീവ്സിനെ എന്നെ കണ്ടിട്ടില്ലാത്തവരോടൊക്കെ പറഞ്ഞ് അന്നത്തെ വാർത്ത കാണാനാണ് പറഞ്ഞത്. അതാണ് ആൾ, അതാണ് കുട്ടി, ലക്ഷ്മി എന്നാണ് പേര്, അത് കണ്ടാൽ മതി, ഇന്ന് ലക്ഷ്മിയാണ് ഇന്ന് വാർത്ത വായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കാണിച്ചു കൊടുക്കാനുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു അത്. ഓക്കെ, വാർത്ത വായിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ, അപ്പോൾ എനിക്ക് ഒരുപാട് റീഡിംഗ് ഒന്നും കിട്ടില്ല, ഞങ്ങൾ ന്യൂ കമേഴ്സ് ആണല്ലോ, അപ്പോൾ വെറ്ററൻസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആഴ്ചയിലൊരു റീഡിങ്, അപ്പോൾ മാസത്തിലൊരു 4 റീഡിങ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ എൻ്റെ ആദ്യത്തെ ശമ്പളം ഞാൻ വാങ്ങുന്നത് സത്യം പറഞ്ഞ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാലറിയാണ് ഞാൻ വാങ്ങുന്നത്. കോൺട്രാക്ട് ബേസിസിലാണ് എങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചെക്കാണ് എനിക്ക് കിട്ടുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 150 റുപ്പീസാണ് ഒരു വാർത്ത വായിക്കുന്നതിന് അന്ന് ശമ്പളമായിട്ട് കിട്ടിയത്. അപ്പോൾ ഒരു മാസത്തിൽ എങ്ങനെ പോയാലും ഒരു 4 പ്രാവശ്യമെങ്കിലും എനിക്ക് വാർത്ത വായിക്കാൻ കിട്ടുന്നു. അങ്ങനെ ആയപ്പോൾ എത്ര രൂപയായി? 600 രൂപ ഒരു മാസം ഞാൻ ഉണ്ടാക്കുന്നു. അത് ആ പ്രായത്തിൽ 21 വയസ്സിൽ എനിക്ക് സർക്കാരിൻ്റെ പൈസ കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. അത് എൻ്റെ മാത്രം പേഴ്സണലായിട്ട്, അതിന് വേറെ ആർക്കും അവകാശികളില്ല, ആർക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോ അക്കാഡമിയിൽ അന്ന് പഠിക്കുകയാണല്ലോ, അപ്പോൾ അന്ന് അവിടെ കമ്പൽസറി ആയിട്ട് സാരി ആയിരുന്നു, യൂണിഫോം പോലെ സാരി കമ്പൽസറിയാണ്, എല്ലാവരും സാരി കൊടുക്കണം, ചുരിദാർ അങ്ങനെയുള്ള ഒരു ഡ്രസ്സും എല്ലാം അവിടെ അല്ല. അപ്പോൾ സാരീസ് വേണം, കോട്ടൺ സാരിയാണ് അന്ന് കൊടുക്കുന്നത് കോളേജിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പാർട്ട് ഹൗസിലാണ് അന്ന് ഞാൻ പോയി സാരിയൊക്കെ വാങ്ങുന്നത്. ഈ പൈസ മുഴുവൻ സാരി വാങ്ങിക്കാനാണ് ചിലവാക്കുന്നത്. അപ്പോൾ അച്ഛനമ്മയൊന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അപ്പോൾ സാരി വാങ്ങും. അങ്ങനെ ഇഷ്ടംപോലെ സാരി വാങ്ങിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയി. അപ്പോൾ ഈ പൈസയെല്ലാം ഞാൻ അതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം പറയുന്നത്. പിന്നെ സാരി ഉടുക്കുന്ന കാര്യം, ഈ സാരി ഉടുക്കാൻ ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചു തന്നത് ആരാണെന്ന് വെച്ചാൽ, ഞാൻ പ്രീ ഡിഗ്രിക്ക് സെൻട്രൽ സാസി പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടായ സിൽവിയ പീറ്റർ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയാണ് സത്യം പറഞ്ഞാൽ, അത് കൊച്ചിക്കാരിയാണ്, ഹോസ്റ്റലൈറ്റല്ല, ഡേ സ്കോളറായിരുന്നു. സിൽവിയാണ് എന്നെ സാരി ഉടുക്കാനായിട്ട് ആദ്യം എന്നെ പഠിപ്പിച്ചത്, എങ്ങനെ നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കാൻ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, സിൽവിയ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിൽവിയ പ്ലീസ് ടു കോൺടാക്ട് മീ, ഞാനുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. എനിക്ക് നിങ്ങളെ എല്ലാവരുമായിട്ട് ഇങ്ങനെ എൻ്റെ പഴയ ഫ്രണ്ട്സ്, ഞാൻ കണക്റ്റഡ് അല്ലാത്ത ആൾക്കാരുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് വല്ലാത്ത ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് ആ സാരി ഉടുക്കാൻ പഠിച്ചത് അതിപ്പോഴും ഞാൻ തുടരുകയാണ്, ആ സ്റ്റൈൽ തന്നെയാണ്. പിന്നെ എന്താ പറയേണ്ടത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലോ അക്കാഡമിയിൽ ചേരുമ്പോൾ സാരി ഉടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഡെയിലി സാരി ആണെങ്കിലും പ്രശ്നമില്ലായിരുന്നു, എന്നാൽ സാരി ഉടുത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പീരീഡ്. അപ്പോൾ അങ്ങനെ ദൂരദർശൻ വാർത്താ വായനക്കാരിയായി അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഒരു വർഷത്തോളം വായിച്ചപ്പോൾ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങി. സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ, പല സ്ഥലത്ത് പോകുമ്പോൾ എന്നെ ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അന്നേ. ഓക്കെ, നമ്മൾ അറിയപ്പെടുന്ന ആളാകുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ ആഫ്റ്റർ മാരേജ് ബോയ്ച്ചേട്ടൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ബോയ്ച്ചേട്ടൻ പറഞ്ഞു താൻ വാർത്ത വായിക്കുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കിങ്ങനെ കൊണ്ടുപോകാനും വിളിച്ചുകൊണ്ട് വരാനും ഒന്നും പറ്റില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് പോകണം. അതോ ഞാനന്ന് ഡ്രൈവ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ മറ്റേതാണെങ്കിൽ അച്ഛൻ്റെ കാറിൽ ഡ്രൈവറുണ്ട്, അമ്മ ആരെങ്കിലും കൂടെ വരും, അമ്മ ഉണ്ടാവും, കുഞ്ഞമ്മ ഉണ്ടാകും. അതുപോലെ എനിക്ക് ആരും കൂടെ വന്നിരിക്കാനോ ഒന്നും പറ്റില്ല, അതൊന്നും നടക്കുന്ന കാര്യമില്ല. തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയമല്ലായിരുന്നു ആക്ച്വലി. അതുകൊണ്ട് തന്നെ മാത്രമല്ല, എനിക്കപ്പോൾ പെട്ടെന്ന് വാർത്ത വായന അതൊരു വലിയൊരു ചാമായിട്ട്, പിന്നെ എനിക്ക് ആ ചാമ അങ്ങ് നഷ്ടപ്പെട്ടു. കാര്യം കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അതായി താല്പര്യം. കല്യാണം കഴിഞ്ഞു, ഇങ്ങനെ ഹണിമൂണ്, ഇങ്ങനെ കറങ്ങി നടക്കുക, അടിച്ചു പൊളിച്ച് നടക്കുക. പിന്നെ അത് ഭയങ്കര ടെൻഷനല്ലേ വാർത്ത വായിക്കാൻ പോകുന്നതിൻ്റെ, ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആ ഒരു ഫീലിങ്ങിൽ ആണ് ഞാൻ വാർത്ത വായന വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് അപ്പോൾ തോന്നി. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അങ്ങനെയായി. ആ ഇൻട്രസ്റ്റ് പോയിട്ട് അപ്പോൾ ഞാനും ബോയ്ച്ചേട്ടനും കൂടെ പോയിട്ടാണ് എഴുതി കൊടുത്തു. ന്യൂസ് എഡിറ്ററിന് ചാമ്യാർ സാറിനെ കൊണ്ട് എഴുതി കൊടുത്തു. എന്താ പറയുക, പേഴ്സണൽ റീസൺസ് കൊണ്ട് ഇനി വാർത്ത വായിക്കാൻ വരുന്നില്ല, അപ്പോൾ എന്നെ ചാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഒരു പക്ഷേ ഞാൻ അങ്ങനെ എഴുതി കൊടുത്തില്ലായിരുന്നെങ്കിൽ കുറച്ച് നല്ലൊരു വാർത്ത വായനക്കാരിയായിട്ട് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുമായിരുന്നിരിക്കാം. പക്ഷേ ചിലപ്പോൾ ഈ പാചക മേഖലയിലേക്കൊന്നും ഒരു പക്ഷേ എത്തില്ലായിരുന്നിരിക്കും, അറിയില്ല. ഇതെല്ലാം അത് ഞാൻ എല്ലാം ഒരു നിമിത്തം പോലെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊന്നും പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ലല്ലോ. അങ്ങനെ ചില ഓരോരോ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ഫസ്റ്റ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിൻ്റെ ആദ്യത്തെ കാര്യം. പക്ഷേ അത് കഴിഞ്ഞു. ആഫ്റ്റർ മാരേജ് അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി, പിന്നെ അങ്ങനെ തിരക്കുകളായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ 1992 വിഷ്ണു ജനിക്കുന്നത്. വിഷ്ണു ജനിച്ച ഒരു 10 മാസം കഴിഞ്ഞ് കേറ്ററിംഗ് തുടങ്ങുന്നു. പിന്നെ കേറ്ററിങ്ങിൻ്റെ കാര്യങ്ങളുമായിട്ട് തിരക്കിൽ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ പഠിത്തത്തിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് നിന്ന് പോയത് പോലെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 വർഷത്തേക്ക് പിന്നെ സ്റ്റഡീസിനൊക്കെ ഒരു അവധി കൊടുത്തിരിക്കുകയായിരുന്നു. കുട്ടികളുടെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് ഞാൻ കയറുകയാണല്ലോ, പിന്നെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ അച്ഛൻ പറഞ്ഞു PhD അത്യാവശ്യമാണ്, ലോയിൽ തന്നെ ഡോക്ടറേറ്റ് എടുക്കണം. അപ്പോൾ PhD രജിസ്ട്രേഷൻ, അന്നത്തെ കാലത്ത് PhD രജിസ്ട്രേഷൻ മാത്രമാണ്, അല്ലാതെ വേറെ പരീക്ഷകളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു.
അതെനിക്ക് തോന്നുന്നു 1997-98 ആ ഒരു പീരീഡിലാണ് PhD രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞിട്ട് അതൊരു പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. കാരണം എനിക്കൊരു ഫുൾ ടൈം ആയിട്ട് എനിക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, കോളേജിൽ പോകണം, അതിനിടയ്ക്ക് കേറ്ററിംഗ് തുടങ്ങി, അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്താ ചെയ്തത്, പാർട്ട് ടൈം ആണെങ്കിൽ അന്നൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഒരു 7-8 വർഷമൊക്കെ എടുത്ത് കൊടുത്താൽ മതി തീസിസ്. അപ്പോൾ സമയമുണ്ട്. അപ്പോൾ അതനുസരിച്ച് പക്ഷേ ലോക ഉഴപ്പിയായിട്ടാണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് ഉഴപ്പെന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ല, വേറെ ഒരുപാട് പ്രയോറിറ്റീസ് വന്നതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഇതിപ്പോൾ ഒരു സെക്കൻഡറി ആയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അതല്ല അപ്പോൾ പ്രയോറിറ്റീസ്. കുഞ്ഞുങ്ങളുടെ ബ്രിങ്ങിങ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ കേറ്ററിങ് സജീവമായി. പിന്നെ കോളേജിലും വേറെ കുറേ കാര്യങ്ങളുമായിട്ട് സജീവമായി. മൂഡ് കോർട്ട് സൊസൈറ്റി ഞങ്ങളുടെ കോളേജിൽ വളരെ സജീവമായിരുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് അതിൻ്റെ ഒരു മെയിൻ കോർഡിനേറ്ററായിട്ട് ഞാൻ മാറുകയാണ്. പിന്നെ കുട്ടികളുടെ മൂഡ് കോർട്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഞാനാണ് ഇപ്പോൾ ഒഫീഷ്യൽ ട്രെയിനറായി മാറി. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് യാത്രകൾ ഈ മൂഡ് കോർട്ട് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും പോയി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ യാത്ര എനിക്ക് തോന്നുന്നു 2002 ആ സമയത്തോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. ന്യൂസിലാൻഡിലേക്കായിരുന്നു. അത് ക്ലയൻറ്റ് കൗൺസിലിംഗ് ആൻഡ് ഇൻ്റർവ്യൂയിങ് കോമ്പറ്റീഷൻ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് 2 കുട്ടികളാണ് സെലക്റ്റഡ് ആയത്, ദീപ രാജൻ ആൻഡ് മഹേശ്വരി. അവരോടൊപ്പം ഞാനും കൂടി പോവുകയാണ്. അന്ന് നാഗരാജൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരുമായിരുന്നു അവരുടെ ട്രെയിനേഴ്സ്. അപ്പോൾ ഞങ്ങളത് ന്യൂസിലാൻഡിൽ പോകുന്നു. ന്യൂസിലാൻഡിൽ ഡാനഡിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ. അതൊരു ലോങ് ട്രിപ്പായിരുന്നു. ഒരു ഏകദേശം ഒരു 10 ദിവസത്തോളം ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. അപ്പോൾ ആ ഒരു യാത്ര വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു 2001. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ 2 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു ഇവിടെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത്, ക്യാൻഡി ആൻഡ് സിൻഡി. ക്യാൻഡി ആയിരുന്നു ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് അത് ലാസാപ്സോ എന്ന് പറഞ്ഞ ഒരു ബ്രീഡായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിൻഡി വരുന്നത്. എനിക്കൊന്ന് ക്യാൻഡി വന്നൊരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് സിൻഡി വരുന്നത്. രണ്ടും വീട്ടിനകത്താണ് കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. ചെറിയ കുട്ടികളായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മക്കളെ വിട്ടിട്ട് പോകുന്ന സങ്കടം ഒരു സൈഡിൽ, അതിൻ്റെ കൂടെ ഈ 2 പട്ടികളുടെ കാര്യം അതുപോലെ. പക്ഷേ മക്കളുടെ കാര്യത്തിൽ എനിക്ക് മദർലോഡ് അവിടെ കൊണ്ടാക്കിയിട്ട് പോവാം. അവിടെ 2 അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ല, ഹാപ്പിയാണ്. പൂച്ചേട്ടനും ഓക്കെയാണ്, എല്ലാവരും ഹാപ്പി. പക്ഷേ ഈ പട്ടികളെ വീട്ടിലാരും നോക്കാനില്ല. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവരെല്ലാം ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ദീപയും ശ്രീകുമാർ ആർമിയിലാണ്. അപ്പോൾ ദീപ ഉണ്ടായിരുന്നു. ദീപൻ ട്രിവാൻഡ്രക്കാരിയാണ്. അപ്പോൾ ദീപയും ശ്രീകുമാറും ഈ ഫോട്ടോയിലുണ്ട്. അവർ ആ സമയത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരും. അവർക്ക് 2 കുട്ടികളുണ്ട്. അത് പാർവതിയുടെ മിഷൻ്റെ കൂടെയൊക്കെ കളിച്ച് നടക്കുന്ന ആ ഒരു പ്രായം തന്നെയാണ് അവരും. അപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കിക്കോളൂ. അതിൽ ദീപ, 2 പട്ടിക്കുട്ടികളും ക്യാൻഡി ആൻഡ് സിൻറ്റി, ഞാനെല്ലാം ഇരിക്കുന്ന ഫോട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അവരാണ് ആ പട്ടിക്കുട്ടികളെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നിർത്തിയത്. അപ്പോൾ അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞാൽ വരുന്നവർ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നേരത്തെ വന്ന് കൊണ്ടുപോയി, തലേദിവസം വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് എന്നിങ്ങനെ ദയനീയമായിട്ടാണ് ആ ക്യാൻഡി എന്നെ ഇങ്ങനെ നോക്കിയെങ്കിൽ ഭയങ്കര സങ്കടം വന്നു കേട്ടോ ആ ദിവസമൊക്കെ. പക്ഷേ അവർ നന്നായിട്ട് നോക്കി. ഞാൻ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു കൊണ്ട് തരുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് പട്ടികളെയൊക്കെ വളർത്താനായിട്ട് ആ സമയത്ത് എന്തുകൊണ്ടോ ബോയിച്ചേട്ടനും പെർമിഷൻ തന്നിരുന്നു. അത്ര ഇഷ്ടമൊന്നുമില്ല എങ്കിലും തന്നിരുന്നു. അപ്പോൾ ആ ഒരു ലോങ് യാത്ര എന്ന് വെച്ചാൽ ഒരുപാട് മണിക്കൂറുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈ ചെയ്തത്. ഞങ്ങൾ വയ സിംഗപ്പൂറാണ് പോയെന്ന് തോന്നുന്നു. സിംഗപ്പൂർ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് എത്തുന്നത്. ന്യൂസിലാൻഡിൽ ആദ്യം ഞങ്ങൾ ഓക്ലൻഡിൽ ഇറങ്ങുന്നു. പിന്നെ അവിടെ നിന്നൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ഡാനഡിനിൽ എത്തുന്നത്. അതൊരു ടിപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. അതിൻ്റെ അടുത്താണ് ക്വീൻസ് ടൗണൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും താമസിച്ചത്. സ്വന്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. അപ്പോൾ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നു. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ആൽബട്രോസിനെ ഞാൻ കാണുന്നത്. അവിടെ ഒരു ബ്രീഡിംഗ് പ്ലേസ് ഉണ്ട് ആൽബട്രോസിൻ്റെ. അതൊരു ഭയങ്കര എല്ലാവരും ലോയൽറ്റി ഉള്ളൊരു ബേർഡാണെന്ന് പറയും. എല്ലാ വർഷവും അത് അവിടെ തന്നെ വരും മുട്ടയിടാനും കുഞ്ഞിനെ വിരിക്കാനും ഒക്കെ. അതിൻ്റെ മെയ്റ്റിനെ അവിടെ വെച്ചിട്ടാണ് അത് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പെൻഗ്വിൻസിനെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ ധാരാളം ആപ്പിൾ തോട്ടങ്ങൾ അന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ ഒരു കാറ് ഹയർ ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഡാനഡിൻ ടു ക്വീൻസ് ടൗണിലേക്ക് ഒരു റോഡ് യാത്ര എടുത്തു. അപ്പോൾ 2 സൈഡിൽ മനോഹരമായ ദൃശ്യഭംഗിയുള്ള സ്ഥലം, എന്താ പറയുക, ചെമ്മരി ആടുകളും പിന്നെ ആപ്പിൾ കാഴ്ച കിടക്കുന്ന തോട്ടങ്ങളും നല്ല മനോഹരമായ ഒരു ഭൂപ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അതാണ് എൻ്റെ ഫസ്റ്റ് ആ ഒരു വലിയ ഈ ലോങ് ട്രിപ്പ് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട്.
അപ്പോൾ ഈ ഫോട്ടോസൊക്കെയാണ് എൻ്റെ ആ കളക്ഷനിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിൽക്കാലത്ത് വീണ്ടും ഒരുപാട് യാത്രകൾ അതിൻ്റെ ഭാഗമായിട്ട് മൂഡ് കോർട്ട് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് സ്റ്റുഡൻസുമായിട്ട് ഞാൻ പോവുകയുണ്ടായി. പിന്നെ ഞങ്ങൾ 2002 തോന്നുന്നു ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മറിയം നിസാർ ആൻഡ് ലക്ഷ്മി മേനൻ, അവരോടൊപ്പമായിരുന്നു പോയത്. അന്ന് ഞാനാണ് അവരുടെ ഒഫീഷ്യൽ കോച്ചായിട്ട് പോകുന്നത്. അത് ആ കോമ്പറ്റീഷൻ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് സിഡ്നിയിൽ ബോയിച്ചേട്ടൻ്റെ ഫസ്റ്റ് കസിൻ, അതായത് അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ നാണമ്മയുടെ മോൻ മധുച്ചേട്ടനും ഫാമിലിയും വർഷങ്ങളായിട്ട് സിഡ്നിയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബ്രിസ്ബെയിനിൽ നിന്ന് ഞാൻ ഈ സ്റ്റുഡൻസുമായിട്ട് ഞാൻ സിഡ്നിയിലും പോയി. അവിടെ പോയി മധുച്ചേട്ടൻ ഞങ്ങളെ ഒപ്പറ ഹൗസ് ആ ഭാഗത്തെല്ലാം കൊണ്ട് നടന്നു. മധുച്ചേട്ടനും രമ ചേച്ചി അവരുടെ വീട്ടിൽ വിസിറ്റിന് പോകുന്നു. ഞങ്ങൾ സിഡ്നിയിൽ 2-3 ദിവസം താമസിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ബ്രിസ്ബെയിനിലേക്ക് വന്നു. അപ്പോൾ ആ യാത്രയും വളരെ ഇവൻറ്റ്ഫുൾ ആയിരുന്നു. അതിൻ്റെ ചില ഫോട്ടോസൊക്കെ എന്തെങ്കിലും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്റ്റുഡൻസ്, എന്താ പറയുക, മറിയം നിസാർ, പിന്നെ ഇത് ലക്ഷ്മി മേനൻ, ഈ കുട്ടികളായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്. ഇത് രമ ചേച്ചിയുടെ വീട്ടിൽ, രമ ചേച്ചിയുടെയൊക്കെ ഒരു ഫാമിലി ഫ്രണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ബ്രിസ്ബെയിനിലാണ്. ബ്രിസ്ബെയിനിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇങ്ങനെ പശുക്കളുടെയൊക്കെ ഇങ്ങനെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം മാർക്കറ്റ് ഏരിയയിൽ. നല്ല രസമാണ് ഷോപ്പിംഗ് ഏരിയാസിലൊക്കെ. ഇത് ഞങ്ങൾ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഞങ്ങളൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകും, ഒരു ഫിനാലെ, ഒരു ലാസ്റ്റ് ഒരു ഡിന്നറൊക്കെ ഉണ്ടാവും എല്ലാ പാർട്ടിസിപ്പൻസും ഒക്കെ ആയിട്ട്, അവിടുത്തെ സംഘാടകരുമൊക്കെ. അതിൻ്റെ ഒരു ഫോട്ടോ. പിന്നെ ഇത് മതിച്ചേട്ടൻ ഞാനും എല്ലാം ഞങ്ങൾ സൈറ്റ് സീയിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത് മറിയം നിസാർ ഞാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്ത ട്രെയിനിലാണ് പോയത്. ഞങ്ങൾ അവിടെ നിന്ന് സിഡ്നിക്ക് പോയത്. അങ്ങനെ കുറച്ച്. പിന്നെ അവിടുത്തെ ഒരു ബീച്ച് സൈഡ്, ഇതെന്നോടൊപ്പം ഉള്ള ലക്ഷ്മി മേനനാണ്. അങ്ങനെ കുറേ ഫോട്ടോഗ്രാഫ്സ്. നല്ലൊരു ട്രിപ്പായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രധാന യാത്ര ചെയ്തത് പറഞ്ഞാൽ ന്യൂസിലാൻഡിൽ വന്ന അതേ ആൾക്കാർ തന്നെ, ദീപയും മഹേശ്വരിയും, അവരെ രണ്ടുപേരെയും കൊണ്ട് വിയന്നയ്ക്ക് ഒരു യാത്ര പോയിരുന്നു. അതും മറ്റൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട്. അതിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിൻഡ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റും അനുപമ എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റുഡൻറ്റുമായിട്ട് അവരുമായിട്ട് ഫ്ലോറിഡയിൽ, US ഫ്ലോറിഡയിൽ 2004 യാത്ര ചെയ്തു. അതും ഫ്ലോറിഡയിൽ വെച്ചായിരുന്നു കോമ്പറ്റീഷൻ. അപ്പോൾ അതും ഒരു നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ അനുപമ എന്ന് പറഞ്ഞ ആ കുട്ടി, ഇവരെല്ലാം സെലക്റ്റഡായി വരുന്നത്. നല്ല നല്ല പഠിക്കുന്ന ബ്രില്യൻ ഗേൾസ് ആൻഡ് ബോയ്സ് ആണ് കുറേ. അപ്പോൾ അതിൽ അനുപമയും പിന്നെ സൂരജ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡൻറ്റുമായിട്ടാണ് ഹോങ്കോങ്ങിൽ മറ്റൊരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത്. അപ്പോഴും ഞാനായിരുന്നു അവരുടെ ഒഫീഷ്യൽ കോച്ച്. അപ്പോൾ ഞാനും ആ കുട്ടികളുമായിട്ട് പോയി. അന്ന് അവിടുത്തെ ഡിസ്നി വേൾഡിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസ്. ഇത് സൂരജ് നമ്മൾ ആ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് അതിലെല്ലാം പങ്കെടുത്തു. അതിൻ്റെ ഫംഗ്ഷന് പോയി, അതിൻ്റെ ഫൈനലായിട്ടുള്ള ഫിനാലെ, പിന്നെ കുറച്ച് അതിൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ. പിന്നെ ഞാൻ സൂരജ്, ഞാൻ അനുപമയും ഞാനും ഞങ്ങളിങ്ങനെ അവിടുത്തെ ഡിസ്നി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഹോങ്കോങ്ങിൽ ഒരെണ്ണമുണ്ട്, അവിടെ പോയതിൻ്റെ പിക്ചേഴ്സ്, അവിടെ പാൻഡ എല്ലാം കണ്ടു ആദ്യമായിട്ട്. ഇപ്പോൾ അനുപമ ഇപ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല, ഇപ്പം മുനിസിപ്പൽ മജിസ്ട്രേറ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ജഡ്ജായി കഴിഞ്ഞു. നല്ല ബ്രില്യൻ്റ് ആയിരുന്നു. ഷി വാസ് വെരി ബ്രില്യൻറ്റ്. സൂരജും നല്ലതായിട്ട് സിംഗപ്പൂരിലൊക്കെ പോയിട്ടാണ് പിന്നെ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്തത്. സൂരജ് LLM ഒക്കെ ചെയ്തിട്ടുണ്ട്, മാരിടൈം ലോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സൂരജുമായിട്ട് ശരിക്കും നമ്മളിപ്പോഴും എന്താ പറയുക, സൂരജ് ഞാനുമായിട്ടൊക്കെ കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അനുപമ എന്നും ഇപ്പോൾ കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്നില്ല, അത് കാരണം എനിക്കിപ്പോൾ വേറെ അബൌട്ട്സ് അറിയില്ല. മഹേശ്വരിയെക്കുറിച്ച് ഇപ്പോൾ അറിയില്ല, സിംഗപ്പൂരിൽ എവിടെ ഉണ്ടെന്ന് മാത്രം അറിയാം. ദീപയും എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഷീ ഈസ് ഓൾസോ
നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ എല്ലാം. 2001 തൊട്ട് ഇങ്ങനെ യാത്രകൾ തുടങ്ങുകയാണ്. ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഇല്ല, കണ്ടിന്യൂസ് അല്ല, വർഷത്തിലൊരു യാത്രയൊക്കെ വരുന്നു. ഒരു 7 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ മദറിലോ ഫാദറിലോടെ വീട്ടിലായിരിക്കും പാർവതിയും വിഷ്ണുവും ഒക്കെ. പിന്നെ ബോയിച്ചേട്ടനോ അവിടെയും ഇവിടെയായിട്ട് നിൽക്കും. കുഴപ്പമില്ല, ലക്ഷ്മി ഇങ്ങനെ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട് യാത്രകൾ, ഇങ്ങനത്തെ ഒഫീഷ്യൽ യാത്രകൾ. പിന്നെ ഈ ഒരു പീരീഡിൽ തന്നെയാണ് ഞാൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഞങ്ങൾ റോട്ടറി ക്ലബ്ബിൽ ഹസ്ബൻഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഞാൻ ഇന്നോവേൽ ക്ലബിൻ്റെ മെമ്പറാകുന്നു. എന്നിട്ട് കുറേ നാൾ മെമ്പറായിരുന്നിട്ട് അതിൻ്റെ സെക്രട്ടറി, അതായത് ഇന്നോവേൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം മെയിൻ ക്ലബിലാണ് മെമ്പറായിരുന്നത്. അവിടെയാണ് നമ്മളുടെ 2 തമ്പുരാട്ടിമാർ, ട്രാവൻകൂർ പ്രിൻസസ്മാർ 2 പേരും, ഗൗരി ഹൈനസ് ഗൗരി ലക്ഷ്മി ഭായി ആൻഡ് ഹൈനസ് ഗൗരി പാർവതി ഭായി, ഇവർ 2 പേരും ആ ഇന്നോവേൽ ക്ലബ്ബിലെ മെമ്പേഴ്സായിരുന്നു. പിന്നെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നോവേൽ ക്ലബിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് ഞാൻ ഇങ്ങനെ വളരെ സജീവ പ്രവർത്തനമായിരുന്നു. ഒരുപാട് കമ്മ്യൂണിറ്റി സർവീസൊക്കെ ഇന്നോവേൽ ക്ലബ്ബൊക്കെ ചെയ്യാറുണ്ട്. ഐ ഡൊണേഷൻ ക്യാമ്പ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, സെയിലുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ പൈസ എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരുപാട് ചാരിറ്റി വർക്കൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആയി. അതിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എൻ്റെ കയ്യിലുണ്ട്. പ്രസിഡൻറ്റ് ഓഫ് ഇന്നോവേൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം മെയിൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി പോസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ പ്രസിഡൻ്റായി. പിന്നെ അടുത്ത ഇൻസ്റ്റലേഷൻ സെറമണിയുടെ അന്ന് എൻ്റെ പ്രസിഡൻഷിപ്പ് ഞാൻ അടുത്ത ആളിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന എൻ്റെ ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതായിരുന്നു കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വളരെ സജീവമായി പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഇൻ്റർ ഡിസ്ട്രിക്റ്റ് കോൺഫറൻസുകൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നോവേൽ ക്ലബ്ബിൽ വളരെ ആക്റ്റീവായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ റോട്ടറി ക്ലബിൻ്റെ ഒരു പുതിയ റോട്ടറി ക്ലബ്ബ് തുടങ്ങിയിരുന്നു. ബോച്ചൻ്റെ കുറേ ഫ്രണ്ട്സ് ചേർന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സിറ്റി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ റോട്ടറി ക്ലബ്ബ് ഓഫ് സിറ്റി, ട്രിവാൻഡ്രം സിറ്റി. ഞാനും ഒരു റൊട്ടേറിയനായി കുറച്ച് കാലം. അപ്പോൾ ഞങ്ങൾക്കത് എനിക്ക് തോന്നുന്നു ഫ്രൈഡേയ്സ് ആണോ അങ്ങനെയാണ് അതിൻ്റെ മീറ്റിംഗ്. ബോയിച്ചേട്ടൻ്റെ റോട്ടറി ക്ലബ്ബ് ആണെങ്കിൽ മൺഡേയ്സ് ആണ്. അപ്പോൾ ആഴ്ചയിൽ 2 ഡിന്നർ, ഒന്ന് ഹോട്ടൽ ഹൊറൈസണിൽ വെച്ചാണ് ഞാൻ ചേർന്ന ക്ലബ്ബിൽ. അപ്പോൾ ഞങ്ങൾ 2 പേരും കുട്ടികളുമായിട്ട് ആ ദിവസങ്ങളിൽ ഹോട്ടൽ ഹൊറൈസണിൽ മീറ്റിങ്ങിന് പോകും. അത് കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ പാർവതിയുടെ വിഷ്ണുവിൻ്റെ സമപ്രായക്കാരെ ഒരുപാട് കുട്ടികൾ, ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ മക്കളുണ്ടല്ലോ, ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്സാണ്. ആ കൂട്ടത്തിൽ അവരൊക്കെ നല്ലൊരു സോഷ്യൽ ലൈഫ് അവർക്കും കിട്ടുന്നുണ്ടായിരുന്നു, കുട്ടികളായിട്ട് കളിയെല്ലാം. പിന്നെ ഞങ്ങളുടെ ബോയിച്ചേട്ടൻ മെമ്പറായിട്ടുള്ള മെയിൻ ക്ലബ്ബിലും മൺഡേയ്സ് പോവും. അതും മക്കളെ കൊണ്ടുപോകാത്ത ദിവസങ്ങളുണ്ട്. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ദിവസം കൊണ്ടുപോകും. തീരെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ കൊണ്ടുപോകില്ലായിരുന്നു, കുറച്ച് വലുതായി കഴിഞ്ഞിട്ട്. അപ്പോൾ അതായിരുന്നു ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡിൽ തന്നെയാണ് ഞാൻ വൈസ്മെൻസ് ക്ലബിൻ്റെയും മെമ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കുറച്ച് മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കാൻ പോവുക, കോൺഫറൻസുകൾ, സെമിനാർ, അതിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഒരുപാട് ചാരിറ്റി വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട്, അതായത് ഇങ്ങനെ കുറേ ക്ലബ് ആക്ടിവിറ്റീസ് കൂടാതെ പിന്നെ ഈ യാത്രകൾ ഇതൊക്കെ വരുന്നത് കൊണ്ട് എൻ്റെ PhD വർക്ക് ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു ചാപ്റ്റർ എഴുതും. അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ലോങ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ചാപ്റ്ററിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ PhD വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വർക്കൊന്നും അല്ല, അത് ഒരുപാട് നല്ല ഒരു പ്രബന്ധമാണ്, നമ്മൾ തീസിസാണ് തയ്യാറാക്കുക. അപ്പോൾ ഒരുപാട് റിസർച്ച് വേണം. അതുകൂടാതെ കോളേജിൽ പോകണം, കേറ്ററിംഗ് വർക്ക് ഉണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ പോയിരുന്ന് എഴുതാനും വായിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. അതിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ഉഴപ്പി നടക്കുകയാണ്. ഉഴപ്പെന്ന് പറയാൻ പറ്റില്ലെങ്കിലും സമയക്കുറവ് കൊണ്ട് ഇങ്ങനെ പ്രയോറിറ്റീസ് പലതും കൂടുതലും മുന്നോട്ട് വെച്ചിട്ട് ഇത് പ്രയോറിറ്റി പുറകോട്ടാക്കിയത് കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അച്ഛൻ വിളിച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട്, നിനക്ക് എത്ര ചാപ്റ്റർ നീ കംപ്ലീറ്റ് ചെയ്തു, എന്തായി ഏതായി എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ എൻ്റെ ഗൈഡെന്ന് പറയുന്നത് ഡോക്ടർ ശങ്കരദാസൻ തമ്പി സാറായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ് ലോ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരുപാട് വളരെ സീനിയറായിരുന്നു, ഒത്തിരി പ്രായമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇടക്കാലത്ത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് പോയി കാണും, എൻ്റെ ചാപ്റ്റർ കൊണ്ട് കൊടുക്കും, കറക്ഷൻസിന് കൊടുക്കും, സാറ് നോക്കും, തിരിച്ചു തരും. പക്ഷേ ഒരു സമയത്ത് സാറിന് വയ്യാണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു, സാറ് മരണപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് അഗെയിൻ വന്നു. എൻ്റെ വർക്ക് കുറച്ച് താൽക്കാലികമായി നിന്നിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പുതിയ ഗൈഡിനെ കണ്ടെത്തേണ്ട സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ KC സണ്ണി എൻ്റെ ഗൈഡായിട്ട് വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ന്യൂവാൽസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ
വൈസ് ചാൻസലറാണ്. അപ്പോൾ ഡോക്ടർ KC സണ്ണി സാർ എൻ്റെ അധ്യാപകനുമായിരുന്നു. അദ്ദേഹം പണ്ട് ലോ അക്കാഡമിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ലോ അക്കാഡമിയുടെ ഒരു പഴയ സ്റ്റുഡൻ്റാണ്, അച്ഛൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. അദ്ദേഹം LLM എല്ലാം അവിടെ തന്നെയാണ് ചെയ്തത്. LLM ഒക്കെ PhD അവിടെ ചെയ്തത് കേരള ലോ അക്കാഡമിയിലാണ്. അപ്പോൾ അദ്ദേഹമായി പിന്നെ എൻ്റെ ഗൈഡ്. പിന്നെ സാറിൻ്റെ ഒരു ഗൈഡൻസിലാണ് ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തത്. കൂട്ടത്തിൽ അച്ഛനും നോക്കുന്നുണ്ട്. അച്ഛനും എൻ്റെ ഇളയ ബ്രദർ നാഗരാജ് ഇവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ എഴുതി കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അച്ഛൻ വായിച്ചു നോക്കും, അനിയൻ വായിച്ചു നോക്കും, ഇതെല്ലാവരും കറക്ഷൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സീനിയർ പ്രൊഫസർ ഉണ്ടായിരുന്നു. കേരള ലോ അക്കാഡമിക്ക് ഒരു പബ്ലിഷിംഗ് ഹൗസും കൂടിയുണ്ട് അക്കാഡമിയിൽ, കേരള ലോ അക്കാഡമി പബ്ലിക്കേഷൻസ്. അതിലൊത്തിരി ലോ ബുക്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അക്കാഡമിയുടെ ലോ റിവ്യൂ എന്ന് പറയുന്ന ഒരു ജേണലുണ്ട്. അത് വർഷത്തിൽ ഒരു പ്രാവശ്യം പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേണലാണ്. അപ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലെ ഒരു പ്രധാനിയായിരുന്നു ഡോക്ടർ പരമേശ്വരൻ നായർ. അദ്ദേഹം ഇപ്പോഴും എഡിറ്റോറിയൽ ബോർഡിലുണ്ട്. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് ലോ അക്കാഡമിയിൽ വരാറുണ്ട്, റിസർച്ച് സെൻറ്ററിലൊക്കെ. അപ്പോൾ സാറും എന്നെ എക്സ്ട്രാ ആയിട്ട് എൻ്റെ തീസിസ് വർക്കിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതായത് കറക്ഷൻ്റെ കാര്യത്തിലല്ല. അപ്പോൾ ഇങ്ങനെ 3-4 ആൾക്കാർ കറക്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഓരോ ചാപ്റ്ററും ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്ററും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് അച്ഛന് വളരെ വളരെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർക്ക് അങ്ങനെ ഉഴപ്പിയൊന്നും ചെയ്യാൻ പറ്റില്ല. നീണ്ടു പോകുന്നതിൻ്റെ കാരണം അതായിരുന്നു. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞൊരു ഗ്യാപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ്, ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഗൈഡ് ഇല്ലാണ്ടാകുന്നു, പിന്നെ പുതിയ ഗൈഡ് വരുന്നു. അങ്ങനെ നീണ്ടു പോയിട്ട് 2007 ഞാൻ എൻ്റെ തീസിസ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്, കേരള യൂണിവേഴ്സിറ്റിയിൽ. 2008 കേരള യൂണിവേഴ്സിറ്റി എനിക്ക് PhD തരുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ തീസിസ് ബുക്ക്. കണ്ടല്ലോ ഇതിൻ്റെ വോളിയം. എൻ്റെ ദൈവമേ, ഇത്രയും വർക്ക് ഞാൻ ചെയ്യണ്ടേ? അപ്പോൾ ഇത് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു കോപ്പിയാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന കോപ്പിയാണ്. ഇതുപോലൊരു കോപ്പിയാണ് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തത്. അങ്ങനെ 2007 ഇത് സബ്മിറ്റ് ചെയ്യുന്നു. 2008 എനിക്ക് PhD ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യുന്നു കേരള യൂണിവേഴ്സിറ്റി. ഇതിലിപ്പോൾ ടോട്ടൽ പേജസിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 400-ന് മുകളിൽ 440 പേജോളമുള്ളൊരു വലിയൊരു പ്രബന്ധമാണ്. എൻ്റെ ടോപ്പിക്ക് ലീഗൽ ഡൈമെൻഷൻസ് ഓഫ് സെക്യുലറിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലാണ് ഞാൻ എൻ്റെ PhD വർക്ക് ചെയ്തത്. ഓക്കെ, അങ്ങനെ എനിക്ക് 2008 ഡോക്ടറേറ്റ് കിട്ടുന്നു. ഈ ഡോക്ടറേറ്റിൻ്റെ ഫുൾ ക്രെഡിറ്റും ഞാൻ എൻ്റെ അച്ഛന് തന്നെ സമർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പുഷില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ PhD എടുക്കില്ല. കാര്യം അത്രയ്ക്ക് ഞാൻ മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു. കാര്യം എനിക്ക് കേറ്ററിംഗ് വർക്ക്, എൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്ന പരിപാടി, കുട്ടികൾ, പിന്നെ വീട്ടുകാര്യങ്ങൾ, ഇതോടൊപ്പം മുത്കോട്ട് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള യാത്രകൾ, പിന്നെ അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ യാത്രകൾ, പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ്. ഇത് പഠിത്തം വളരെ പ്രധാനമാണെന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ മാത്രമായിരുന്നു. എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നീ ഒന്നും ചെയ്യുന്നില്ല, ഉഴപ്പാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവസാനം ഞാൻ എൻ്റെ ദൈവം ദൈവം എന്നെ സഹായിച്ചതേ പറയാക്കുള്ളൂ. അവസാനത്തെ 2 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ്. ഇതിനിടയ്ക്ക് ഈ വർക്കുകളുടെ ഇടയ്ക്കാണ് ഞാൻ കൈരളിയിൽ എൻ്റെ പ്രോഗ്രാമും തുടങ്ങുന്നത്. അത് 2000 ഞാൻ കൈരളിയിൽ എത്തുന്നത്, മാജിക് അവൻ. അപ്പോൾ അത് ആലോചിക്കുക. അപ്പോൾ 2000 ഞാൻ കൈരളിയിലും സജീവമായി തുടങ്ങി. ഈ ബഹളങ്ങളുടെ ഇടയിലാണ് ഞാൻ എൻ്റെ PhD വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കണം. ഞങ്ങൾക്ക് തന്നെ റിസർച്ച് സെൻ്റർ ഉണ്ട്. അവിടുത്തെ ലൈബ്രറിയിൽ പോയിരിക്കണം, വായിക്കണം, എഴുതണം. അപ്പോൾ ഇതെല്ലാം ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സമയമെടുത്ത് ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 8-9 വർഷം കൊണ്ടാണ് ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ചെയ്തതല്ല. ഇൻസ്റ്റാൾമെൻറ്റ് പോലെ ഇങ്ങനെ പതുക്കെയാണ് ചെയ്തുകൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു പീരീഡ് കഴിയുമ്പോൾ എൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുക്കും യൂണിവേഴ്സിറ്റിയിൽ. കുറച്ച് ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് എക്സ്റ്റൻഷൻ മേടിച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ അവസാനത്തെ 2 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മാത്രം ഞാൻ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് പേപ്പർ വർക്ക്സ് എഴുതുക മാത്രമല്ല, ഇപ്പോഴത്തെ പോലെയല്ല, കംപ്ലീറ്റ് കൈകൊണ്ട് തന്നെ എഴുതി തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ നേരിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റുന്ന പരിപാടിയൊന്നും അന്നില്ല. ഞാൻ സ്വന്തമായിട്ട് കൈപ്പടയിൽ തന്നെ എഴുതി പിന്നെ അത് കമ്പ്യൂട്ടറിലേക്ക് അത് ടൈപ്പ് ചെയ്യാൻ ആൾ വന്നിട്ട് അതെല്ലാം ടൈപ്പ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് കുറച്ചുകൂടി സമയം കിട്ടുമായിരുന്നു. ആ സമയം കിട്ടുന്നത് കൊണ്ട് കുറച്ച് നീട്ടി കൊണ്ടുപോകുന്നതാണ് എല്ലാവരും പാർട്ട് ടൈം റിസർച്ച് സ്കോളേഴ്സ്. അത് കഴിഞ്ഞ് 2011 ഞാൻ പ്രിൻസിപ്പൽഷിപ്പ് ഏറ്റെടുക്കുന്നത്. അതുവരെയും ഞാൻ കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ കിട്ടി. ഇങ്ങനെ ആദ്യം ലെക്ചറായിട്ട് കയറി, അന്ന് ലെക്ചർ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഫൈനലി പ്രിൻസിപ്പളായിട്ട് 2011 ലോ അക്കാഡമിയിൽ പ്രിൻസിപ്പളാകുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രൊസീജിയർ. കാര്യം PhD ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് പ്രിൻസിപ്പളാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ ഒരു സൈഡിൽ കൂടി പോകുന്നു, പ്രൊഫഷണൽ കരിയർ. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ബാക്കി പാഷൻസായ കുക്കിംഗ് ഷോ, പിന്നെ അതിന് കേറ്ററിംഗ് ആൻഡ് യാത്രകൾ,
കുട്ടികൾ എല്ലാം. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം, പരമമായ സത്യം. ഹസ്ബൻഡും കാര്യം മദറിലൊക്കെ ഒരുപാട് സഹായമായിരുന്നു. എനിക്കിങ്ങനെ ലോങ് യാത്രകൾ ഒക്കെ വരുമ്പോൾ ഞാൻ അവിടെയാണ് കുട്ടികളെ രണ്ടുപേരെ സേഫായിട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് പോകും. അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഇതായിരുന്നു ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം. അപ്പോൾ 2000 കൈരളി സ്റ്റാർട്ട് ചെയ്യുന്നു. കൈരളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റും സൂര്യയും ഉണ്ട്, 2 ചാനൽസ്. അപ്പോൾ കൈരളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അത് തുടങ്ങി. അതൊരു ഓഗസ്റ്റിലാണ് കൈരളി വരുന്നത്. ഒരു വിത്തിൻ 2 months, 1.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ മാജിക് അവൻ എന്നുള്ള പ്രോഗ്രാമായി കൈരളിയിൽ എത്തുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു പീരീഡ്, അത് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കൈരളിയിൽ എത്തിയത്, അതിൻ്റെ ഒരു ചരിത്രം, അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ ചേഞ്ചസ്, ഓരോ പ്രോഗ്രസ്, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ഞായറാഴ്ച നമ്മളുടെ ജേർണി ഓഫ് മൈ ലൈഫിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്ര നേരം ക്ഷമയോട് കൂടി കണ്ടിരുന്നതിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെ വളരെ വലുതാണ്. എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് സ്നേഹം മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.